അങ്ങനെ ദേ ഇന്ന് ഞങ്ങൾ കൊട്ടിയൂർക്ക് പോവുകയാണേ. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കൊട്ടിയൂർക്ക് പോകാൻ തീരുമാനിച്ചത്. രാവിലെ നല്ല മഴയായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഉച്ചയ്ക്ക് പോകാമെന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന്, അതായത് തില്ലങ്കേരിയിൽ നിന്നൊരു 1 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് കേട്ടോ കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. അമ്പലത്തിനടുത്ത് എത്താറാവുമ്പോൾ തന്നെ ദേ ഇതുപോലെ ഒരുപാട് കടകൾ വഴിയിലുണ്ടാവും കേട്ടോ. അത് അവിടെയൊക്കെ ഇതേപോലെ ഓടപ്പൂവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് മുള വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഈ ഓടപ്പൂക്കൾ എന്ന് പറയുന്നത്. ദക്ഷയാഗത്തിലെ സതീദേവിയുടെ വിരഹദുഃഖത്തിന് ശേഷം ശിവൻ തപസ്സിരുന്നതിന്റെയും ആ ദിവ്യസ്മരണയുടെയും പ്രതീകമായിട്ടാണ് കേട്ടോ ഓടപ്പൂക്കളെ കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ശിവപൂജയ്ക്ക് വേണ്ടിയിട്ട് വനത്തിൽ മതിയായ പൂക്കൾ ലഭിക്കാത്തത് കൊണ്ട് ശിവഭക്തന്മാര് മുളയുടെ ഇളം തണ്ടുകൊണ്ട് നിർമ്മിച്ച പൂക്കളാണ് കേട്ടോ ഈ ഓടപ്പൂക്കൾ എന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവർക്കറിയുന്ന കാര്യം എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇതിന്റെ ബാക്കിയുള്ള ഐതിഹ്യങ്ങളോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കൊട്ടിയൂരിൽ ഭവാലിപ്പുഴയിലെ കല്ലുകൾ തമ്മിൽ നമ്മൾ കൂട്ടി ഉറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചന്ദനം വരും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമോ ആചാരമോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. കൊട്ടിയൂര് എന്ന് പറയുന്നത് തന്നെ ഒരു പശ്ചിമഘട്ട വനമേഖല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കല്ലുകളിലൊക്കെ ക്ലേ മിനറൽസ് കൂടുതലാണ്. അതായത് നമ്മൾ ഈ ചുണ്ണാമ്പ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത്. ആ കല്ലുകൾ ഈ പുഴയിൽ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുണ്ടിട്ട് അതിൻ്റെ പുറം നല്ല മിനുസവും മൃദുവും ഉള്ളതായിട്ട് മാറും. അപ്പോൾ അത് നമ്മളിങ്ങനെ കല്ല് 2 തമ്മിൽ കൂട്ടി ഉരയ്ക്കുമ്പോൾ ഈ വെള്ളവും കൂടെ മിക്സ് ആയിട്ട് ഒരു ചന്ദനം പോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ വരും. അതാണ് ഇവിടെ ഉള്ളവർ ചന്ദനമാണെന്ന് പറയുന്നത്. അല്ലാതെ ശരിക്കും അത് ചന്ദനമൊന്നും അല്ല, അത് ഈ വെറും മണൽത്തരികൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ദേ കുറച്ചധികം നേരം ക്യൂ നിന്ന് യാഗശാലയുടെ അടുത്തെത്താറായപ്പോഴേക്കും ദേ ഇതേപോലെ തിളപ്പിച്ചരച്ച വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നേ. കാരണം ഒരുപാട് പേര് കുഴഞ്ഞൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തോരം ജനമാന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഒരുപാട് നേരം ക്യൂവിൽ നിന്നാൽ തല ചുറ്റുമോ തലകറങ്ങി വീഴുമോ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു റിസ്ക് എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് തലകറങ്ങി വീണിട്ട് വോളണ്ടിയർമാർ സ്ട്രക്ചറിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളുമായിട്ട് വരുന്നവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തെങ്കിലും സ്നാക്കോ വെള്ളമോ നിങ്ങൾ കയ്യിൽ കരുതണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂവിൽ കയറി നിന്നാൽ അവിടെ ഭഗവാന്റെ അടുത്ത് എത്തി തൊഴുത് വെളിയിൽ ഇറങ്ങിയാൽ മാത്രമേ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു കടകളോ ഒന്നും തന്നെ ഇല്ല. ചൂടുവെള്ളം മാത്രമേ നമുക്ക് കുടിക്കാൻ അവിടെ വോളണ്ടിയർമാർ കൊണ്ടു തരുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും സ്നാക്സ് എന്തായാലും നിങ്ങൾ കരുതണം കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇത്രയും തിക്കും തിരക്കും ക്യൂലും എല്ലാം നിന്ന് ക്ഷീണിച്ച് വന്ന് അവസാനം വന്ന് ഭഗവാന്റെ ആ വിഗ്രഹം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമൊക്കെ വന്ന് എനിക്ക് കരയണോ, അവിടെ നിന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ഭഗവാനോട് പറയണം, എന്തൊക്കെയോ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു കേട്ടോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. നിങ്ങൾ ദൈവവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് അറിഞ്ഞിരിക്കേണ്ട, അനുഭവിച്ചിരിക്കേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഈ കൊട്ടിയൂർ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം അതിന് അനുവദിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ പോവുക, സന്ദർശിക്കുക. ഇല്ലെങ്കിൽ ഭഗവാനാണ്, നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ദൈവം വിളി കേൾക്കും കേട്ടോ.